बांधे रखने वाला उस रस्सी क्या चीज है, वो उसके बारे में हम थोड़ा सा वचन से हम बात करना चाहते हैं। ഒരിക്കൽ കൂടെ ഞാൻ കർത്താവിന് സ്തോത്രവും നിങ്ങളേവർക്കും വന്ദനവും അറിയിക്കുന്നു. एक और बार मैं परमेश्वर को धन्यवाद, आप लोगों को अभिवादन भी पेश करता हूं. എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളാണ്. इफिसियों की पत्री 4 अध्याय उसका पहला वचन से. നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക. हमें जिस बुलाहट प्राप्त है उसके अनुसार हम चलें. എങ്ങനെയാണ്? वो कैसा है? പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ, സ്നേഹത്തിൽ നടക്കണം. हम दीनता के साथ, नम्रता के साथ, धीरज धरकर प्रेम से एक साथ चलने चाहिए. 3-ാം വാക്യത്തിൽ വായിക്കുന്നു, അന്യോന്യം പൊറുക്കണം അഥവാ ക്ഷമിക്കണം. और तीसरे वचन में लिखा है कि एक दूसरे की खामियों को क्षमा करें. എന്നിട്ട് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സൂക്ഷിക്കണം. और आत्मा के एकता में हम एक साथ बंधित हो जाए और एकता वहां पर हो. 4-ാം വാക്യം മുതലാണ് കോഡ് ഓഫ് യൂണിറ്റി. और चौथे आयत से लिखा गया है कि आत्मा के द्वारा हम बंधे गए हैं कर कर. അതിലെ ചില കാര്യങ്ങൾ, उसमें से कुछ भाग बताना चाहता हूं. നമ്മെ ഒരുമിപ്പിക്കുന്ന ഘടകങ്ങൾ. हमको किस बात को से एकत्रित होते हैं हम. ഒന്ന്, നമ്മെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നമ്മെ വിളിച്ചു. हम सबों को जब परमेश्वर ने बुलाया है, एक ही आशा दे करके हम सबको बुलाया है. നമ്മുടെ ഐക്യതയ്ക്ക് ഒന്നാമത്തെ കാരണം ഏക പ്രത്യാശ. हमारी एकता का एक पहला कारण जो है, हमें जो परमेश्वर ने बुलाया है वो एक ही आशा देकर बुलाया है. എന്റെ പ്രത്യാശയും അലക്സ് ബ്രദറിന്റെ പ്രത്യാശയും രണ്ടല്ല, ഒന്ന് തന്നെ. मेरा आशा और एलेक्स ब्रदर का आशा अलग अलग नहीं है, एक ही आशा है. ആണോ? है कि नहीं? സ്തോത്രം. രണ്ടാമത്തെ കാരണം അവിടെ പറയുകയാണ്, ഏക ശരീരമാണ് നമ്മൾ. वहां पर लिखा है कि हम एक शरीर के, एक देह के भागी हैं. ദൈവസഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. परमेश्वर की कलीसिया जो है मसीह का देह है. യേശുവിന് 2 ശരീരമില്ല, ഒറ്റ ദേഹമേ ഉള്ളൂ. यीशु मसीह को 2 देह नहीं है, एक ही देह है. അങ്ങനെയാണെങ്കിൽ നാം ഏക ശരീരസ്ഥരാണ്. इसके वजह से हम एक ही देह के सहभागी हैं. 3, നമ്മിൽ പകർന്നിരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെ. हमारे अंदर भी उंडेले गया आत्मा भी एक ही है. എത്ര കാര്യമായി ഇപ്പോൾ? कितना विषय बताया मैं? 3 विषय. 4, നമ്മുടെ കർത്താവ് ഒരുവൻ. हमारा मसीह भी एक ही, प्रभु भी एक ही है. ആരാണ് നമ്മുടെ കർത്താവ്? हमारा प्रभु कौन है? യേശു ക്രിസ്തു. यीशु मसीह है. യേശു കർത്താവല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടായ്മയില്ല. अगर यीशु मसीह आपका प्रभु नहीं है तो फिर हमारा कोई आत्मिक संबंध आपके साथ नहीं हो सकता है. അപ്പോൾ അതാണ് 5-ാമത്തെ കാര്യം അല്ലേ, ഏക കർത്താവ്. एक ही प्रभु, ये 5वां विषय है. അടുത്തത് 6-ാമത്തെ കാര്യം, ഏക വിശ്വാസം. और छठा है एक ही विश्वास है. 7, ഒരേ സ്നാനമാണ് നാം ഏറ്റത്. एक ही बपतिस्मा को हमने स्वीकारा है. 8-ാമത്തെ അല്ലേ, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവവും പിതാവും ഒരാള്. उसका मतलब 6ठा वचन में लिखा है कि हमारा परमेश्वर और हमारा पिता भी एक ही है. എത്ര കാര്യങ്ങളായി? हमने कितने विषयों को बताया? 7 हुआ. സ്തോത്രം. ഒന്നുകൂടെ പറയണം. ഓക്കെ, ഒന്നും കൂടെ പറയാം, എണ്ണിക്കോണം. एक और बार मैं कहूंगा, आप लोग गिनिएगा. ഏക പ്രത്യാശ, സിംഗിൾ ഹോപ്പ്. एक ही आशा दिया है हमें. 2, ഏക ശരീരം, ക്രിസ്തുവിന്റെ സഭ ഒന്ന്.
एक ही देह जो उसका कलीसिया है। അതിന് ഈ സംഘടനകൾ ഡിനോമിനേഷൻസ് വേറെ ആയിക്കോട്ടെ, ക്രിസ്തുവിന്റെ ശരീരമായ സഭ ഒന്നേ ഉള്ളൂ. अलग अलग डिनोमिनेशन के कलीसिया हो सकते हैं, मगर सारे कलीसिया एक ही देह का भाग है। 3 പരിശുദ്ധാത്മാവ് ഒന്ന്. और तीसरी बात है कि आत्मा, पवित्र आत्मा भी एक ही है। 4 ഏക കർത്താവ്. चौथा है एक ही प्रभु है। 5 ഏക വിശ്വാസം. पांचवा है एक ही विश्वास है हम सबको। 6 ഏക സ്നാനം. और छठा है एक ही बपतिस्मा। 7 ദൈവവും പിതാവുമായവൻ ഒരുവൻ. हमारा परमेश्वर और पिता एक ही है। 7 കാര്യങ്ങൾ. ये 7 बातें जो हम एक है उसके बारे में संबंध बताया। ദൈവവും പിതാവും എന്നുള്ളതിനെ വേറെ വേറെ എഴുതിയാൽ കുഴപ്പമില്ല, അന്നേരം എട്ടാവുന്നുള്ളൂ. എണ്ണം എത്ര ആയാലും സാധനം എല്ലാം വേണമെന്നേ ഉള്ളൂ. पिता और परमेश्वर को अलग अलग किया जा सकता है, 8 बन जाएगा, मगर उसके साथ भी हम एक है करके बताना चाहता हूँ। നമ്മുടെ ഐക്യതയ്ക്ക് ഇതാണ് കാരണം. हमारी एकता का कारण यही है। പല ഭാഷക്കാരുണ്ട്. हम कई भाषा वाले लोग हैं यहाँ पर। മഹാരാഷ്ട്രീയൻസ് ഉണ്ട്, महाराष्ट्र के लोग हैं, കേരളക്കാരുണ്ട്, केरला के लोग हैं, തമിഴ്നാട്ടുകാരുണ്ട്, तमिलनाडु के लोग हैं, ബീഹാർ, ബംഗാൾ, UP, MP ഇവിടുന്നൊക്കെ ഉള്ളവരുണ്ട് ഈ കൊച്ചു കൂട്ടത്തിനകത്ത്. और बिहार, बंगाल, यूपी सभी जगह प्रांतों के लोग इस छोटी सी कलीसिया के सहभागी हैं। കർണാടകയുമായി ബന്ധമുള്ളവരും ഉണ്ട്. और कर्नाटका से रिलेटेड लोग भी हैं यहाँ पर। അപ്പൊ ഈ കൊച്ചു കൂട്ടത്തിൽ ഇറ്റ്സ് എ മിനിയേച്ചർ ഹെവൻ, ഒരു കൊച്ചു സ്വർഗമാണ്. ये इसको, इस कलीसिया को एक छोटा सा स्वर्ग के स्वरूप में भी कहा जा सकता है। പക്ഷേ നമ്മെ ഒരുമിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 7 ഘടകങ്ങളാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്. मगर हम सबों को बांधने वाला, पिरोया जाने वाला एक ही बातों को बारे में पौलुस यहाँ पर लिखा है। വിദ്യാഭ്യാസം വേറെ വേറെയാ, हम सब लोगों का पढ़ाई का स्तर भी अलग अलग हो सकता है। സൗന്ദര്യവും നിറവും ഒക്കെ വേറെ വേറെയാ. खूबसूरती या रंग, हमारे चमड़े का रंग वो अलग अलग हो सकता है। പക്ഷെ ഇതൊന്നുമല്ല നമ്മളെ വിഭജിക്കുകയോ ഒരുമിപ്പിക്കുകയോ ചെയ്യുന്ന ഘടകം ഈ പറഞ്ഞ 7 പ്രധാന കാര്യങ്ങളാണ്. हमारे विभिन्नता जो है हमें अलग अलग करके दिखाता नहीं है। हमको जो साथ रखने वाला विषय है वो ये 7 बातें हैं जो हमें एक साथ रखता है। കർത്താവ് പിന്നെയും നമ്മെ ഐക്യതയോടെ നിലനിന്ന് മുന്നോട്ട് പോകുവാൻ കൃപ ചെയ്ത് സഹായിക്കും. परमेश्वर फिर वापस हमको एकता के साथ आगे बढ़ने के लिए हमें सहायता और मार्गदर्शन दे। നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് വരികയാണ്. हम पढ़ा हुआ वचन की ओर हम आते हैं। സിസ്റ്ററിന് 1 മണിക്ക് ഇവിടുന്ന് പോകണം. सिस्टर को 1 बजे यहाँ से जाना है। അതുകൊണ്ട് അപ്പോഴത്തേക്കും നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. और तब तक तो मैं मीटिंग को समाप्त करना चाहूंगा। തിരുമേശയുടെ ശുശ്രൂഷ അതുകൊണ്ട് ആദ്യമേ തന്നെ നടത്തട്ടെ. इसीलिए मैं प्रभु भोज की सेवकाई में प्रारंभ में ही करना चाहूंगा। അതുകൊണ്ടാണ് നാം കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് ഇപ്പോൾ വേദഭാഗം വായിച്ചത്. इसीलिए हमने पहली कोरिन्थियों 11 का 17वां वचन से हमने पढ़ा। നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണത്. हम सब अच्छे से पहचानने जानने वाले वचन है ये। തിരുവത്താഴ സമയങ്ങളിൽ നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 10-14 എപ്പിസോഡുകളായിട്ട്, 14-ലധികം എപ്പിസോഡുകളായിട്ട് പഠിച്ചു വരുന്നത് ക്രിസ്തു തന്നെ താൻ ഒഴിച്ചു എന്ന വിഷയത്തെ കുറിച്ചാണ്. हम जो लगभग 14 हफ्ते से यही सीख रहे हैं प्रभु भोज के संदर्भ में कि परमेश्वर ने अपने आप को खाली कर दिया या शून्य बना दिया। നാം വായിച്ച കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ 10-ാം അധ്യായത്തിലുമായിട്ടാണ് പൗലോസ് തിരുമേശയെ കുറിച്ചുള്ള ഉപദേശം നമുക്ക് നൽകുന്നത്. पौलुस जो है प्रभु भोज के संदर्भ में देने वाला प्रचार, उसके बारे में विषय में संबंधित आधार पर कहाँ पर लिखा गया है? ये पहली कोरिन्थी 10वां अध्याय और उसका 11वां अध्याय में लिखा गया है। സുവിശേഷ ഗ്രന്ഥങ്ങളിൽ യേശു ആചരിച്ച ഒടുവിലത്തെ പെസഹായുടെയും അതിനോട് ചേർത്ത് ക്രിസ്തു തുടങ്ങി വെച്ച തിരുമേശയുടെയും വിവരണങ്ങൾ ഉണ്ട്.
यीशु मसीह ने अपने चेलों के साथ मनाया हुआ फसह का त्योहार और उसके साथ में प्रभु भोज का कार्य भी हम गॉस्पेल में देख पाते हैं। അത് കൂടാതെ നമുക്ക് തിരുവത്താഴത്തെ കുറിച്ചുള്ള കൃത്യമായ ഉപദേശം ഈ 1 കൊരിന്ത്യർ 10-11 അധ്യായങ്ങളിലാണ് ഉള്ളത്. അത് പൗലോസാണ് നമുക്ക് തരുന്നത്. मगर प्रभु भोज के संदर्भ में सटीक सा टीचिंग्स जो है पहली कुरिन्ती 11 अध्याय का 17वां वाक्य से देख सकते हैं। 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലുമായുള്ള വിവിധ പേരുകളും ഉപദേശങ്ങളും നമ്മൾ തിരുവത്താഴത്തിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ പഠിച്ചിരുന്നു. सबसे पहला क्लास जो है प्रभु भोज के संदर्भ में हमने जो लिया था उसमें 10वां अध्याय से 10वां 11 अध्याय से देखा कि इसको किन किन नामों से पुकारा जाता है और कैसी सेवकाई होती है के संदर्भ में। സുവിശേഷ ഗ്രന്ഥങ്ങൾ എഴുതിയവർ യേശു ആ ശുശ്രൂഷ ചെയ്ത് കാണുകയും പഠിപ്പിച്ച് കേൾക്കുകയും ചെയ്തവരാണ്. ये जो प्रेरित जो हैं ये लोग ने देखा कि यीशु मसीह ये सेवकाई किस प्रकार से करते हैं और उसी बातों को दूसरों को भी सिखाते हैं। या सुसमाचार की किताब लिखने वालों ने देखे और सुने थे, പക്ഷേ പൗലോസ് ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. वो जो डिसाइपल्स ने ये बातों को देखा यीशु मसीह करते हुए, मगर पौलुस तभी नहीं था उनके साथ में, मगर पौलुस ये बात को जानता था। പൗലോസ് എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? पौलुस कैसे इन विषयों के बारे में जान सका? വേറെ ആരും പറഞ്ഞു കേട്ടതല്ല. उन्होंने किसी की कहा सुनी नहीं है, उन्होंने उनकी बात പത്രോസും യോഹന്നാനും പഠിപ്പിച്ചതല്ല. पत्रोस और യോഹन्ना ने भी उसको कोई पौलुस को सिखाया नहीं है इस विषय को। പിന്നെ फिर कैसे आया उनको? നമ്മളിപ്പോൾ വായിച്ച 23-ാം വാക്യത്തിലുണ്ട്. उसका 23वां वचन में लिख रखा है कि कैसे वो जान पाया। എങ്ങനെയാണത് പൗലോസിന് മനസ്സിലായത്? ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചത്. मैं जो परमेश्वर से पाया है उसी को मैं बताता हूं। അപ്പോൾ ദൃക്സാക്ഷി അല്ലാത്ത പൗലോസിന് യേശു ഈ കാര്യങ്ങൾ വ്യക്തതയോടെ പഠിപ്പിച്ചു കൊടുത്തു. जो आंखों देखा गवाह नहीं होते हुए भी परमेश्वर ने इस विषय में पौलुस को सिखाया, वो बात को वो हम लोगों को सिखाता है। അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അഹങ്കാരത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഒരു മനുഷ്യനിൽ നിന്നും ഒരു കാര്യവും പഠിച്ചിട്ടില്ല. इसीलिए गलातियों में पौलुस घमंड के साथ कहता है कि मैंने कोई बात कोई मनुष्यों से नहीं सीख रखा है। ഞാൻ വല്ലതും അറിയുന്നെങ്കിൽ അത് കർത്താവ് എന്നെ പഠിപ്പിച്ചതാണ്. अगर मैंने कुछ भी जाना है तो वो परमेश्वर के द्वारा प्राप्त है कर कहता है। No credit goes to any man. ഒരു മനുഷ്യനും എന്നെ പഠിപ്പിച്ചു എന്ന്, ഞാൻ ഇവനെ ഉയർത്തി എന്ന് പറയാൻ ദൈവം അനുവദിക്കുന്നില്ലെന്നാണ് അർത്ഥം. प्रभु मौका ही नहीं देता कि मैं किसी मनुष्य को महान श्रेष्ठ कहूं, क्योंकि मैंने ज्ञान जो पाया है परमेश्वर से पाया है, कोई मनुष्य से नहीं पाया है। അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിമാരൊക്കെ ചിലപ്പം, എല്ലാവർക്കും ഒന്നും പറയാനൊക്കത്തില്ല, ചിലര് പറയും ഐ ഹാവ് നോ ഗോഡ് ഫാദർ, എനിക്ക് തലത്തൊട്ടപ്പൻ ഇല്ലെന്ന്. इसीलिए कई पासवान लोग, कुछ पासवान लोग इस प्रकार कहते हैं कि उनका कोई गॉड फादर नहीं है जो उनको यहाँ तक ले आया या बढ़ाया कर कर। ചിലരൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. कुछ लोगों को कुछ पासवानों ने उठाकर बड़ा कर रखा है। എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, ഇല്ല, ഞാൻ എന്തെങ്കിലും അറിയുന്നെങ്കിൽ കർത്താവിങ്കൽ നിന്ന് ഞാൻ പ്രാപിച്ചതാണ്. पौलुस यहाँ पर कहता है कि मैं जो कुछ भी पाया है वो परमेश्वर यीशु मसीह से ही पाया है। നമുക്കും അത് പറയാൻ പ്രാഗൽഭ്യം ഉണ്ടാകണം, ഞാൻ അറിയുന്നത് കർത്താവിങ്കൽ നിന്നുമാണ്. हमारा भी वही स्टैंड होना मांगता है कि हमने जो कुछ पाया है मनुष्यों से नहीं बल्कि परमेश्वर से पाया है। ഒരു മനുഷ്യനും നമ്മെ ഉപദേശിപ്പാൻ ഇല്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. कोई भी आदेश देने के लिए मनुष्य नहीं होगा, मगर परमेश्वर के पास जाइए, परमेश्वर आपको सिखाएंगे। പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കൂ. प्रार्थना के लिए आप परमेश्वर के सामने समय बिताइए। ഉപവാസത്തോടെ വേർപെട്ടിരിക്കൂ. और उपवास में परमेश्वर के साथ समय बिताइए। ആഹാരം വെടിഞ്ഞിട്ട് മൊബൈലും കൊണ്ടിരിക്കരുത്. खाना को छोड़ते हैं, उपवास करते हैं, मगर फिर भी मोबाइल को छोड़ते नहीं है। ആഹാരം വെടിഞ്ഞിട്ട് IPL-ഉം കണ്ടോണ്ടിരിക്കരുത്. खाना को त्यागते हैं मगर IPL को साथ नहीं छोड़ते।
എങ്കിൽ കർത്താവ് ഒന്നും പഠിപ്പിക്കത്തില്ല. अगर वैसा करें तो परमेश्वर आपको कुछ सिखाएंगे नहीं। പാസ്റ്ററോട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന സമയത്ത് അയാൾ വരും. अगर पास्टर को कहें तो फलाने टाइम पे आना, तो पास्टर तो जरूर वहां पहुंच जाएंगे। പക്ഷെ കർത്താവിനോട് പറയാ, കർത്താവേ ഞാൻ ഇപ്പൊ ഇച്ചിരി ബിസിയാ, ഇന്ന് വരണ്ട, നാളെ വന്നാ മതി. मगर हम परमेश्वर से कहें, परमेश्वर अभी थोड़ा बिजी है, तो 2-3 दिन बाद में तीसरे दिन आ जाएगा, ये टाइम पे मैं परमेश्वर उस समय में नहीं आएगा शायद। എന്നാൽ നാം സമയം കണ്ടെത്തി കർത്താവിനോടൊപ്പം ഇരുന്നാൽ ദൈവം ഒരു അധ്യാപകനെ പോലെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ ദൈവവചനത്തിന്റെ സത്യങ്ങൾ, വെളിപ്പാടുകളുടെ ആഴങ്ങൾ പകർന്നു തരും. मगर हम जब हमारे जीवन में समय निकालकर परमेश्वर की उपस्थिति में जाएं और परमेश्वर से सीखने की चाहत रखें, तो परमेश्वर एक प्रोफेसर के समान आपके सामने आकर आप लोग को हर एक विषय ज्ञान पूर्वक सिखाएगा। ദൈവവചനത്തിൽ നിന്ന് ഞാൻ അറിയുന്ന കാര്യങ്ങൾ ബൈബിൾ സ്കൂളിലെ പഠനത്തിൽ നിന്ന് ലഭിച്ചതല്ല. मुझे जो बाइबल का ज्ञान प्राप्त है वो कोई बाइबल स्कूल कॉलेज से मैं पाया नहीं हूँ। ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ-കുറിച്ച്, ആത്മാവിനെ-കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് കലാലയ അല്ലെ യൂണിവേഴ്സിറ്റി നോളജ് അല്ല, കലാലയ ജ്ഞാനമല്ല. परमेश्वर का वचन, पवित्र आत्मा के संबंध में, यीशु मसीह के संबंध में मैं कोई जानकारी जो है कॉलेज से या यूनिवर्सिटी से नहीं पाया हूँ, मैं परमेश्वर से ही पाया हूँ। നോട്ട്സ് ഒക്കെ ഇന്നും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. मेरे पास आज भी नोट्स तो भरपूर है। എനിക്കൊന്ന് സൂസന്റെയും കുറെ നോട്ട്സ് ഇരിപ്പുണ്ട്. मुझे लगता है शायद सूजन का भी नोट्स बहुत सारा है घर में। മറ്റ് ചില ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കാൻ അവർ തരുന്ന നോട്ട്സും ഇരിപ്പുണ്ട്. और कुछ बाइबल कॉलेज में पढ़ाने के लिए नोट्स भी है, और उन्होंने दिया हुआ काफी नोट्स मेरे पास है। എന്നാൽ അതൊന്നുമല്ല ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പ്രയോജനകരമാകുന്നത്. मगर सेवकाई के निमित्त उपयोग में लाने के लिए उसका इस्तेमाल नहीं होता है। വ്യക്തിപരമായ പ്രാർത്ഥനയിലും व्यक्तिगत रूप से परमेश्वर से प्रार्थना करना, ഉപവാസത്തിൽ, ഡിവോഷൻ ഇൻ ഫാസ്റ്റിംഗ്, ഉപവാസത്തിലും और उपवास में परमेश्वर के साथ समय बिताना, ഒറ്റയ്ക്കിരുന്ന് പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോഴും और अकेले बैठकर जब गाते हैं और प्रभु की गुणानुवाद जब हम करते हैं, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവ് നൽകിയ പ്രകാശനങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാറുള്ളത്. और ऐसे सब अवसरों में परमेश्वर देने वाला प्रकाशन है जो आप लोग के सामने मैं प्रस्तुत करता हूँ। ഉപദേശിമാർക്ക് മാത്രം ഉള്ളതല്ലത്. ये सब कार्य जो है सिर्फ प्रचार करने वालों के लिए नहीं है। പഠിപ്പിക്കാനും പ്രസംഗിക്കാനും അല്ല കർത്താവ് അതൊന്നും പഠിപ്പിച്ചതും. परमेश्वर ने मुझे ये सब कुछ सिखाया है कि आप लोग को पढ़ाने के लिए, ऐसा नहीं है। അറിയാവുന്നത് കൊണ്ട്, ദൈവം പഠിപ്പിച്ചത് കൊണ്ട്, അവസരം കിട്ടിയപ്പോ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. परमेश्वर ने मुझे सिखाया, ये जानकारी दी है, या अवसर मिले तो मैं आप लोगों को सिखाता हूँ। അതുപോലെ തന്നെ നിങ്ങളോടും ദൈവം ഇടപെടും. और ठीक उसी प्रकार परमेश्वर आप हर एक से उस प्रकार बातें कर सकते हैं, सिखा सकते हैं। മനസ്സിലാവുന്നുണ്ടോ? समझ रहे हैं आप? ദൈവം ഓരോ വിശ്വാസിയോടും ഇടപെടും. हर एक विश्वासियों से परमेश्वर व्यवहार करता है। ഓരോ വിശ്വാസിക്കും കർത്താവ് തന്നെ കുറിച്ചുള്ള വെളിപ്പാട് പകരും. वो परमेश्वर के संबंध में प्रकाशन सटीक तरह से हर एक विश्वासी को प्रदान कर सकता है। പ്രായ സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ ഓരോ ദൈവഭക്തനും ദൈവം നിത്യതയുടെ മറ നീക്കി കാര്യങ്ങൾ വെളിപ്പെടുത്തും. और कितने भी उम्र का तकाजा न करते हुए, औरत है मर्द है ये न देखते हुए, परमेश्वर जो वचन है सबको उसी प्रकार प्रदान कर सकता है जो परमेश्वर बड़े बड़े पासवान को प्रदान करता है। വിശ്വസിക്കുന്നുണ്ടോ? അത് उसमें विश्वास करते हैं क्या आप? സ്തോത്രം. അതിനുവേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കാറുണ്ടോ? और उसके लिए परमेश्वर के पास अकेले में बैठकर समय बिताते हैं क्या? ഉണ്ടോ? अब बिताते हैं समय? ജോൺ, ജോഹാൻ, സുർജിത് ബ്രദർ, कभी कभी श्वास लेना, कभी कभी श्वास लेना चलेगा? स्तोत्रम. अनु, जोर से बोलो. वही सवाल फिर से.
कृपा वही सबके पास कभी कभी। अभिषेक अब तो बिल्कुल भी नहीं होगा, है ना, क्योंकि 5 तारीख आ रहा है। कुछ लोग फिर 5 तारीख नजदीक आएंगे तो ज्यादा जाएंगे, क्योंकि बाकी कोई सहारा नहीं तो वही है, ഇതാണ് നമുക്ക് ദൈവശബ്ദം കേൾപ്പാൻ കഴിയാതെ ഇരിക്കുന്നതിന് കാരണം. और इसी की वजह से हम परमेश्वर की वाणी हम सुन नहीं पाते हैं। ഇന്ന് തിരുവത്താഴത്തിൽ കൈ നീട്ടുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കുക. ഞാൻ എന്നും എല്ലാ ദിവസവും, നിങ്ങൾ ഒരു കൊച്ചു സമയം കൊണ്ട് തുടങ്ങൂ, മുടക്കം കൂടാതെ വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്ക് ദൈവശബ്ദം കേൾക്കുന്നതിനായി ഞാൻ ശ്രദ്ധിച്ചിരിക്കുമെന്ന്. आज प्रभु भोज से भाग लेने से पहले आप एक ऐसा निर्णय लीजिए जीवन में, हर एक दिन जो है मैं कुछ समय सब परमेश्वर के साथ बिताऊंगा, परमेश्वर की वाणी को सुनने के लिए और बातों को समझने के लिए। തയ്യാറാണോ? उसके लिए क्या आप तैयार हैं? അല്ലാത്തവർ ഇതിൽ പങ്കാളികളാകരുത്. अगर अन्यथा इसमें से सहभागी नहीं होना। എന്താണ് ഇതിന്റെ അർത്ഥം? ये इस प्रभु भोज का मतलब क्या है? എന്താ ഇതിന്റെ അർത്ഥം? റൂഫസ്, a ministry of communion, सहभागिता का एक सेवकाई देखता है, कहते हैं इसे। a ministry of a holy communion. एक पवित्र सहभागिता की सेवकाई कहते हैं इसे। എന്തുകൊണ്ടാണ് ഇത് ഹോളി കമ്മ്യൂണിയൻ ആകുന്നത്, വിശുദ്ധ മേശയാകുന്നത്? ये एक पवित्र मेज क्यों बन जाता है? പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണോ? क्योंकि पास्टर पासवान प्रे करते हैं इसीलिए पवित्र बनता है? പിന്നെ സ്തോത്രം, പരിശുദ്ധനായ കർത്താവുമായുള്ള കൂട്ടായ്മയാണത്. ये दिखाता है कि एक पवित्र परमेश्वर के साथ में हमारी संगति को दिखाता है। ഇവിടെ വെച്ചിരിക്കുന്ന അപ്പം എന്തിനെ കാണിക്കുന്നു? यहाँ रखा हुआ रोटी ये किसको प्रदर्शित करता है? യോഹൻ, बॉडी ऑफ क्राइस्ट. ये परमेश्वर के देह को दिखलाता है। विच बॉडी? कौन से देह को दिखलाता है? द ब्रोकन बॉडी ऑफ क्राइस्ट. हमारे लिए तोड़ा गया शरीर को, यीशु मसीह का शरीर को दिखाता है। നമുക്ക് വേണ്ടി എന്താ ഹിന്ദി പറയണമെങ്കിൽ ദബോച്ചാ ഗയാ ശരീർ, പിച്ചി ചീന്തപ്പെട്ട യേശുവിന്റെ ശരീരത്തിന്റെ പ്രാതിനിധ്യവും ഓർമ്മയുമാണ് ഈ അപ്പം. यीशु मसीह का शरीर जो यहूदी लोग नोच फाड़े थे रोमी सोल्जर्स ने, उस शरीर को प्रदर्शित करता है ये रोटी। സ്തോത്രം. ആ യേശു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയാണ് നാം ഈ അപ്പവീഞ്ഞികളുടെ സേവനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. हम ये रोटी में से सहभागी होते वक्त ये प्रदर्शित करते हैं दुनिया को कि हम और यीशु मसीह जो हम साथ में सहभागी हैं, संबंधित हैं। അപ്പോൾ പരിശുദ്ധനായ കർത്താവുമായുള്ള കൂട്ടായ്മയായതുകൊണ്ടാണ് ഇത് ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധ കൂട്ടായ്മ എന്ന് പറയുന്നത്. क्योंकि ये देह पवित्र यीशु मसीह का है और उसके साथ संबंधित होते हैं, इसीलिए इसे होली कम्युनियन कहते हैं। ആ പരിശുദ്ധനായ കർത്താവുമായി ആഴ്ച മുഴുവനും കൂട്ടായ്മ ആചരിക്കാത്ത ഒരുവന് ഞായറാഴ്ച വന്ന് ഇത് പിച്ചി പറിച്ച് കഴിക്കുവാൻ അനുവാദമില്ലെന്നായി പറഞ്ഞത്. एक व्यक्ति जो पवित्र परमेश्वर के साथ में हफ्ते भर में अच्छी संगति नहीं बिता सकते हैं, वो इस रविवार के दिन में आकर इसमें से सहभागी होकर पवित्र नहीं कहलाए जा सकते। അതുകൊണ്ടാണ് അങ്ങനെയുള്ള കൂട്ടായ്മ ബന്ധം യേശുവുമായി സൂക്ഷിക്കാത്തവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് कार्कश्यത്തോടെ പറഞ്ഞത്. इसीलिए कहता हूं कि जो पवित्र बंधन परमेश्वर के साथ हर क्षण जीवन में नहीं बिता पाते हैं, वैसे लोग इसमें से सहभागी नहीं होना बताया मैं आप लोगों को। മനസ്സിലാവുന്നുണ്ടോ? आप लोग को समझ रहे हैं? സ്തോത്രം. ഉണർന്നിരിക്കുന്ന സമയം അത്രയും നാം സോഷ്യൽ മീഡിയയിൽ കയറിക്കൂടിയാൽ ദൈവത്തെ കുറിച്ച് ഓർക്കാനെങ്കിലും സാധിക്കുന്നുണ്ടോ? अगर जिस समय भी हम जागते हैं उस वक्त हम सोशल मीडिया के अंदर ही घुल मिल जाए तो हम परमेश्वर के प्रति किस प्रकार से सोच विचार कर सकते हैं?
കമോൺ പ്ലീസ്, പറ്റുമോ? സാധിക്കുമോ? ബച്ചോ ബോലോ. क्या वो संभव है? കഴിഞ്ഞ ആഴ്ചയും പരിശുദ്ധാത്മാവ് നമ്മോട് ദീർഘമായി അതേപറ്റി സംസാരിച്ചു. पिछले हफ्ते भी परमेश्वर की आत्मा ने ये विषय को आप लोगों को तो अच्छे से समझाया था। അതേ തുടർന്നും കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവ് അതേ വിഷയത്തിൽ പല കാര്യങ്ങളും എന്നെ ഓർമ്മപ്പെടുത്തി. और पिछले हफ्ते भी परमेश्वर ने कई बातों को उस विषय में मुझे सिखाया। നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇന്റർനെറ്റിലും ടിവിയിലും ഒക്കെ ആയി കഴിയുമ്പോൾ കർത്താവിനെ തന്നെ മറന്നു പോവുകയാണ്. हम इंटरनेट और सोशल मीडिया में इतने उलझे हुए रहते हैं कि हमारा मन जो है थोड़ा भी खाली समय या खालीपन यीशु मसीह के लिए दे नहीं पाते हैं। ശരിയല്ലേ? ये सही है ना? സ്തോത്രം. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ये पिछले हफ्ते भी ഒരു കണക്കുണ്ടായിരുന്നല്ലോ മോനെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നല്ലോ, 10,000 ऐसा कुछ था ना? ഒരാഴ്ചയിലെ മിനിറ്റ്സിനെ കുറിച്ച്. एक हफ्ते में कितना मिनट हम देते हैं? ഇടയ്ക്ക് കുറെ നാൾ നമ്മൾ എല്ലാ ആഴ്ചയും ഒന്ന് ഓർപ്പിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ അത് ആവർത്തിക്കേണ്ടെന്ന് വിചാരിച്ച് മിണ്ടാറില്ല. हर हफ्ते में आप लोगों को याद दिलाता था, मगर याद ना दिलाए इसके लिए मैं छोड़ दिया उसको। സ്തോത്രം. 10,080. 10,080। 10,080 बोलेंगे तो समझ लेना, ठीक? ഈ 10,080 മിനിറ്റുകളിൽ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ എത്ര മിനിറ്റ് കർത്താവിനെ കുറിച്ച് ഓർക്കുകയും, എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാം, കർത്താവിനെ കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും കർത്താവിനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടാവും? ये 10,080 मिनट पिछले हफ्ते का, इसमें कितने बार यीशु मसीह के बारे में सोचा, उनको ध्यान किया, उसके साथ समय बिताया आपने? ഉറങ്ങിയ സമയം വിട്ടേരെ. आप सोने का समय को छोड़ दीजिएगा। യഥാർത്ഥ ഭക്തന്മാർ ഉറക്കത്തിലും കർത്താവുമായി ബന്ധപ്പെടുന്നവരാ. सही भक्त लोग जो हैं अपनी निद्रा के समय भी परमेश्वर के साथ में रिश्ता रहता है उनका। ആ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറഞ്ഞു കർത്താവിന്റെ മടിയിലേക്ക് തലവെച്ചുറങ്ങുന്നവരാണ് वो ഭക്തന്മാർ. परमेश्वर से बातें करते करते जो अपना सर जो है परमेश्वर के बगल में रखकर सो जाते हैं। वो ആ മടിയിൽ തലവെച്ചുറങ്ങുന്ന തന്റെ മോനെ കർത്താവ് എടുത്ത് അപ്പുറത്ത് കിടത്തത്തില്ല, അവിടെ തന്നെ കിടത്തി അവൻ താരാട്ട് പാടിക്കൊള്ളും. हमारे बच्चे जब हमारे ऊपर सो जाते हैं, हम लेकर के बाजू में रख देते हैं, परमेश्वर उतना भी दूर नहीं करते, उसी के बगल में ही हमें रखकर सुलाते रहते हैं। അതുകൊണ്ട് ഉണരുമ്പോഴും ഞാൻ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. കർത്താവിന്റെ മടിയിൽ അവന്റെ രൂപം കണ്ടോണ്ടുറങ്ങി. അതുകൊണ്ട് അവന്റെ രൂപം കണ്ടുകൊണ്ട് തന്നെ ഉണരും. क्योंकि मैं यीशु के बगल में ही रहकर सो जाता हूँ, और जब मैं उठता हूँ आपके चेहरे को देखकर निखारता रहता हूँ। ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ആരംഭിക്കുമ്പോൾ ആദ്യം കാണേണ്ടത് കർത്താവിന്റെ തേജസ്സുള്ള മുഖമാണ്. हम जब सुबह उठते हैं सबसे पहले परमेश्वर का उस महिमामय चेहरे को देखकर हम उठा करें। നാം ഓരോ ദിവസവും ഉണരുമ്പോൾ ആദ്യം കേൾക്കേണ്ടത് കർത്താവിന്റെ ശബ്ദമാണ്. हम उठते वक्त सबसे पहली परमेश्वर की आवाज को सुनते हुए उठने चाहिए। നാം ഓരോ ദിവസവും ഉണരുമ്പോൾ ഏറ്റവും ആദ്യം സംസാരിക്കേണ്ടത് ദൈവത്തോടാണ്. हम सबसे पहले उठ करके किसी और से ना बातें करते हुए पहली बात जो हमारे प्रभु यीशु मसीह से होनी चाहिए। അങ്ങനെയാണോ? क्या हम उस प्रकार से हैं? ഇന്ന് നമ്മൾ അങ്ങനെയാണോ? क्या आज हम उस प्रकार से हैं? അതുപോലെ തിരിച്ചും. और उसका ऑपोजिट साइड भी ऐसे ही है। എല്ലാ ദിവസവും നാം ഉറങ്ങുമ്പോൾ ഏറ്റവും ഒടുവിൽ കാണേണ്ട മുഖം നമ്മുടെ കർത്താവിൻ്റെതായിരിക്കണം. हम सोने जाते हैं, उससे आखिरी में मुलाकात होना है परमेश्वर से। സെലിബ്രിറ്റീസിന്റെ മുഖം കണ്ട് ഉറങ്ങുക. किसी हमारे हीरो हीरोइन का फोटो देखकर ऐसा देखते हुए निद्रा में नहीं चले जाना। ഇപ്പോഴാണ് മിക്കവാറും ഏറ്റവും ഒടുവിൽ കാണുന്നത് ആരുടെ മുഖമായിരിക്കും?
अभी आखिर में आप लोग किसका चेहरा देखकर सोते होंगे? अधिकतर लोग പണ്ടൊക്കെ ചെറുപ്പക്കാർ ആമ്പിള്ളാർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം സീനിയർ സിറ്റിസൺസ് അമ്മച്ചിമാര് വരെ IPL പുള്ളികളെയാണ് കൂടുതലായിട്ട് അവർക്കറിയാം. पहले सिर्फ नौजवान लोग देखा करते थे, मगर अभी की वृद्ध स्त्रियां भी IPL देखकर ही अपना नींद कर लेती हैं। നാം ഏറ്റവും ഒടുവിൽ കാണുന്നത് കർത്താവിന്റെ മുഖശോഭയായി. हम सोने से पहले आखिरी देखने हैं परमेश्वर की महिमामय शरीर के चेहरे को देखना है। നാം ഏറ്റവും ഒടുവിൽ സംസാരിച്ച് മയങ്ങേണ്ടതും നമ്മുടെ കർത്താവിനോടും കർത്താവിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടേയാകാം. आखिर में जो बातचीत करते हैं परमेश्वर से और परमेश्वर की बातों को सुनते हुए हम निद्रा में चले जाने चाहिए। സ്തോത്രം. അങ്ങനെയുള്ള കൂട്ടായ്മ ആചരിക്കുന്നവർക്ക് മാത്രമാണ് ഈ തിരുമേശയിൽ പങ്കാളിത്തം. इस प्रकार सहभागिता में अगर आप एक व्यक्ति हैं तो इस प्रभु भोज में से भाग ले सकते हैं। അതിന്റെ അർത്ഥം നിങ്ങൾ ജോലിക്ക് പോകത്തില്ലെന്നല്ല, इसका मतलब ये कतई नहीं है कि आप नौकरी में न जाइए, പഠിക്കത്തില്ലെന്നും പരീക്ഷയ്ക്ക് ഒരുക്കത്തില്ലെന്നും അല്ല. आप पढ़ाई न कीजिएगा, एग्जाम में न जाना, इसका मतलब ये नहीं है। അതിന്റെ എല്ലാം നടുവിലും നാം എപ്പോഴും ഓർത്തിരിക്കുന്നത്, നാം എപ്പോഴും ധ്യാനിക്കുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ച് മാത്രമായി. मगर ये सब कार्यों में लिप्त होते समय भी हमारा मन जो है उसी काम परमेश्वर को ढूंढने के लिए हमेशा तत्पर रहते हैं हम। ഒരു ഉപദേശിയുടെ വേലക്കാരത്തി ഒരു ആന്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. एक औरत की जो नौकरानी के संबंध में आपने कहा होगा बात, सुना होगा बात। സ്തോത്രം. അവര് പാത്രം കഴുകുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ ഈ പാത്രം ഞാൻ ശുദ്ധീകരിക്കുന്നത് പോലെ എന്റെ അകവും പുറവും അങ്ങനെ കഴുകണമേ. वो जब बर्तन को घसकर धोती हैं तो इस प्रकार प्रार्थना करती हैं, परमेश्वर इस प्रकार से जब बर्तन धोता है वैसे ही मेरा शरीर के अंदर से और बाहर से आप मुझे धो दे परमेश्वर। തറ തൂക്കുമ്പോൾ അവൾ പറയും, കർത്താവേ ഇതുപോലെ എന്റെ ജീവിതത്തിന്റെ മുക്കിലും മൂലയിലും കോണിലും മറഞ്ഞു കിടക്കുന്ന പൊടിപടലങ്ങളും അങ്ങ് അടിച്ചു മാറ്റി എന്നെ ശുദ്ധീകരിക്കണമേ. घर में चारों ओर जब झाड़ू मारती हैं तो वो इस प्रकार कहती हैं, हमेशा प्रार्थना रहता है उसका, परमेश्वर इसी प्रकार ये सब जगह पड़ा हुआ धूल मिट्टी जो भी गंदगी है मेरे जीवन से हटा दे परमेश्वर। മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ റൂഫസ് ചിലപ്പോഴൊക്കെ ഞങ്ങളെ ചുമ്മാ ഇരുന്ന് അപ്പാ അമ്മി എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. रूफस मेरे घर में कोई कारण नहीं है फिर भी मुझे पापा मम्मी करके बुलाते हैं ऐसा। ചില സമയത്തൊക്കെ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടിരിക്കുമ്പോഴാ അപ്പൊ അങ്ങോട്ട് വരുന്നത്. और कभी कभार कभी ऐसा होता है कि हम लोग व्यस्त है कुछ काम में, तभी आकर ऐसे ही पुकार कर कहेगा पापा मम्मी ऐसा बुलाकर चले जाते हैं। നമ്മൾ ഗൗരവത്തോടെ ആ മോനെ എന്തുവാ ചോദിക്കും. तो फिर हम भी गंभीरता के जवाब देते हैं, क्या है बेटा? അവൻ പറയും ചുമ്മാ വിളിച്ചാ. तो वो कहेंगे कि मैं ऐसे ही बुलाया आपको। ആ സമയം എന്റെ ശ്രദ്ധ കർത്താവിലേക്ക് പോകാറുണ്ട്. उस समय मेरा ध्यान हमेशा परमेश्वर की ओर जाता था। कभी കർത്താവേ എന്റെ മക്കൾ എന്നെ പപ്പാന്നോ മമ്മീന്നോ അല്ലെങ്കിൽ പപ്പാന്നും വിളിക്കേണ്ട അപ്പാന്നോ ഒക്കെ വിളിക്കുന്നത് എന്റെ മനസ്സിന് എന്തൊരു സന്തോഷമാണ്. जब बच्चे माता पापा मम्मी या अप्पा कहते हैं तभी मेरे मन को कितना ठंडक मिलता है। ഒരാവശ്യമില്ലാതെ വിളിക്കുന്നേ. कोई आवश्यकता नहीं है फिर भी बुला रहे हैं। കർത്താവേ ഇതുപോലെ ഞാൻ എത്ര പ്രാവശ്യം അങ്ങയെ വിളിക്കാറുണ്ട്. इस प्रकार से परमेश्वर मैं कितने बार आप कई बार नहीं बुला पाता है वो आपको। എന്റെ മക്കൾ എന്നെ സ്നേഹത്തോടെ വിളിച്ച് അരികിൽ വരുമ്പോൾ ഞാൻ അവരെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, തലോടുന്നു. പക്ഷെ എന്റെ മനസ്സ് പോകുന്നത് ദൈവത്തിങ്കലേക്ക്. ആ കർത്താവേ എനിക്ക് ഇതുപോലെ അങ്ങയുടെ അടുക്കൽ വന്ന് എന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ, അങ്ങയെ സ്നേഹത്തോടെ ഒന്ന് വിളിക്കാൻ, സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ, ക്ഷമിക്കണമേ. ഇതാ ഞാൻ എന്നെ അതിനായി സമർപ്പിക്കുന്നു. मेरे बच्चे भी प्रेम पूर्वक जब मेरे पास आते हैं, बगल में बैठते हैं, मैं उनके साथ बातें करता हूँ, ये अच्छी बात है। मगर परमेश्वर को मैं हमेशा ये कहता हूँ कि मैं मेरे बच्चे जो मेरे साथ करते हैं उस प्रकार से मैं आपके साथ व्यवहार प्रेम का संबंध नहीं बना पाता हूँ, मुझे क्षमा कर परमेश्वर कहता हूँ। കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ പോയി അവരെ ചുംബിക്കാറുണ്ട്. जब बच्चे जब सोते हैं तभी मैं जाकर उनको चुम्बन देता हूँ। ഞാൻ ആ സമയത്തും കർത്താവിനോട് പറയാം, കർത്താവെ ഞാനും ഇതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ അറിയാതെ ഇരിക്കുകയാണെങ്കിലും അങ്ങന്റെ കിടക്കയ്ക്കരികിൽ വരണേ,
എന്നെ ഒന്ന് തലോടണേ, അങ്ങനെയൊന്ന് ചുംബിക്കണേ. और उस प्रकार से बच्चे जब सोते हैं, जब मैं उनको चुम्बन देता हूँ, मैं मन में ये सोचता हूँ कि परमेश्वर, मैं भी जब सोता रहता हूँ, अनजान व्यक्ति जाना हूँ, तभी तभी परमेश्वर मेरे ऊपर आकर भी हाथ सहलाना और मुझे भी चुम्बन देना परमेश्वर। നിങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ, ദൈവത്തെ, ദൈവവുമായി ഒന്ന് ഘടിപ്പിച്ച് സംബന്ധിച്ച് സ്തോത്രം ചിന്തിക്കാനും നമ്മെ സമർപ്പിക്കുവാനും ഇടയാകണം. आप भी अपने जीवन के व्यस्त कार्यों में जब इन्वॉल्व रहेंगे, तभी भी आप परमेश्वर से इस प्रकार का रिश्ता बनाइए कि परमेश्वर से हमेशा बातचीत करेगी, परमेश्वर की उपस्थिति हमेशा हमारे साथ चलते रहे। മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं क्या? ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി മാത്രമാ പോകുന്നത്? हम आजकल किसके लिए ज्यादा समय बिताते हैं? ചില ആവശ്യങ്ങൾക്ക് വേണ്ടി कुछ മാത്രം. जरूरतें हैं, उसके पीछे लग पड़ते हैं। കർത്താവിന്റെ ഹൃദയം ദുഃഖിക്കുകയാണ്. परमेश्वर का दिल दुखता है। സ്തോത്രം. രാവിലെ എഴുന്നേറ്റിട്ട് റൂഫസ് ഗുഡ് മോർണിംഗ് പപ്പ എന്ന് പറഞ്ഞ് അടുത്ത് വന്നില്ലെങ്കിൽ ഞാൻ രാത്രി വരെ ഓർത്തിരിക്കും, നീ ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞില്ലടാന്ന് പറയും. और सुबह उठकर रूफस मुझे गुड मॉर्निंग नहीं कहा तो रात को सोने तक मुझे वो याद रहेगा कि रूफस ने मुझे गुड मॉर्निंग नहीं कहा। സോറി പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് വരും. और फिर आखिर में वो सॉरी कहकर मेरे पास आएगा। പക്ഷെ ഞാൻ ഓർക്കും, ഇതുപോലെ ഞാൻ ഉണർന്നതിന് ശേഷം എത്രയോ പ്രാവശ്യം കർത്താവെ അങ്ങ് കാത്തിരുന്നു, ഞാൻ അങ്ങയുടെ അടുക്കൽ ഒന്നടുത്ത് വരേണ്ടതിന്. मैं सोचता हूँ कि परमेश्वर भी सुबह उठते ही मुझे मेरे गुड मॉर्निंग का इंतजार करता होगा, मेरे साथ में मुलाकात के लिए समय देखता होगा, मगर मैं अनजाने में उसे त्याग कर छोड़कर मैं दूर रहता हूँ। ശരിയല്ലേ? वैसा है ना सच्चाई? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ദൈവത്തോട് നമുക്ക് ബന്ധപ്പെട്ടിരിക്കാൻ സാധിക്കും. ऐसे जीवन के जिंदगी के हर समय में परमेश्वर के साथ में ऐसा एक संबंध को बनाए रखें। അതുകൊണ്ടാ പറഞ്ഞത് അങ്ങനെ ഒരു കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കാത്തവർ തിരുവത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന്. अगर अगर परमेश्वर के साथ में इस प्रकार की संबंध आपका नहीं है, तो प्रभुभोज से आप सहभागी नहीं हो सकते हैं। നിങ്ങൾ ചീത്ത പറയുന്നില്ലായിരിക്കും, നിങ്ങൾ മോഷ്ടിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധമില്ലയോ, ഇതിൽ പങ്കാളികളാകാൻ നമുക്ക് അവകാശമില്ല. आप पाप नहीं करते होंगे जो दुनिया वाले देख सके, ऐसा कोई गलती नहीं करते होंगे, मगर परमेश्वर के साथ का इस प्रकार का रिश्ता या संबंध आपका नहीं है, तो इस प्रभुभोज में से भाग न लीजिएगा। ഒന്നുകിൽ ഒഴിഞ്ഞിരിക്കുക, അല്ല എങ്കിൽ ഇപ്പോൾ തന്നെ ജീവിതത്തെ സമർപ്പിക്കുക. കർത്താവെ, അങ്ങയോട് ഒരു ഇടമുറിയാത്ത ബന്ധം ഞാൻ ഇന്നു മുതൽ സൂക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. प्रभुभोज से इसमें से भाग न लीजिएगा, या फिर उसके सामने परमेश्वर के सामने कबूल कीजिएगा अपनी गलतियों को, और प्रभु परमेश्वर में एक निर्णय लीजिएगा कि मैं आगे के वक्त में इस प्रकार किया करूंगा, എങ്കിലേ ഇതിലേക്ക് കൈ നീട്ടാവൂ. तो ही हम इसमें से भाग ले सकते हैं। കർത്താവ് നമ്മെ അതിനു വേണ്ടി ഒരുക്കട്ടെ. परमेश्वर हम सबको उसके लिए तैयार करें। സ്തോത്രം. Nobody is greater than his personal prayer life. हम अपने व्यक्तिगत प्रार्थना समय में जितना है तत्पर रहते हैं, उतना ही हमारे में सामर्थ्य भी रहेगा। സ്തോത്രം. മനസ്സിലായോ? ഒരൊറ്റ വ്യക്തി പോലും തൻ്റെ രഹസ്യ പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ വലിയവനല്ല. एक व्यक्ति कभी महान नहीं बन सकता जब तक वो व्यक्तिगत समय परमेश्वर के साथ में प्रार्थना में नहीं बिता सकते। या व्यक्तिगत प्रार्थना से हम में से कोई बड़ा नहीं है. സ്തോത്രം. അതുകൊണ്ട് അതിന് ഇന്നു മുതൽ പ്രാധാന്യം നൽകുക. इसीलिए आप लोग उसको अहमियत दीजिएगा, व्यक्तिगत रूप से प्रार्थना में समय बिताने के लिए। both formal and informal prayers. दूसरे लोगों के सामने और फिर अंदर अंदरूनी जीवन में भी, प्राइवेट लाइफ में भी। या പ്രാർത്ഥനയ്ക്കായി നമ്മൾ വേർതിരിക്കുന്ന സമയമുണ്ട്, അപ്പോഴും അല്ലാതെ എല്ലാ സമയത്തും. प्रार्थना के लिए कुछ समय बिताते हैं हम, नहीं तो भी पूर्ण समय परमेश्वर के साथ बिताइएगा। ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ മേശയിലേക്ക് വരാം. एक और बात कहकर मैं प्रभु भोज की ओर बढ़ता हूं। Jesus emptied himself. यीशु मसीह ने अपने आप को खाली कर दिया। നാം അതിന്റെ എത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു? उसमें से कितने विषय को हमने सीखा है? അന്നു
रोज लिखती हो, क्या लिखती हो अभिषेक? 3 16 16. ഓക്കെ, നമ്പർ നിങ്ങളുടെ വ്യത്യസ്തമായിരിക്കും. വാട്ട് വാസ് ദ ലാസ്റ്റ് പോയിന്റ്? सबसे आखिरी सिखा हुआ बिंदु क्या था? The immortal became mortal for us. നമുക്ക് വേണ്ടി സ്തോത്രം അമർത്യനായവൻ മർത്യനായി മാറി. जो अविनाशी परमेश्वर विनाशी शरीर को देह को धारण करता है. സ്തോത്രം. 14ാമത്തെ പോയിന്റ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നതിനകത്ത്. मैंने लिखा हुआ 14वां पॉइंट है वो. സ്തോത്രം. നിങ്ങൾ എത്ര എന്ന് വെച്ചാൽ ഇട്ടുള്ളൂ, കുഴപ്പമില്ല. സ്തോത്രം. അതിൽ നമ്മൾ കണ്ടു യേശു അമർത്യനായിരുന്നു. यीशु अविनाशी था. അദ്രവത്വമുള്ളവനായിരുന്നു. वो उसका शरीर कभी नाश नहीं किया जा सकता था. സ്തോത്രം. അമർത്ത, പക്ഷേ മർത്യനായി ഭൂമിയിലേക്ക് വന്നു. मगर वो नाशवान शरीर को उसने धारण किया. സ്തോത്രം. छोड़ दो उसका अगला और उसके अगला भी छोड़ो. The simplest way. वो സ്ലൈഡ് डालो. ഇന്ന് അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോയി നമുക്ക് ശുശ്രൂഷയിലേക്ക് उसमें പ്രവേശിക്കാം. से एक छोटा भाग बताकर मैं सेवकाई में प्रवेश करूंगा. ജോൺ മാക്കാർത്തറിന്റെ ഒരു ഉദ്ധരണിയാണത്. जॉन मैकार्थर ने कहा हुआ एक छोटा सा सेइंग है ये. The simplest way to explain the self-emptying of Christ is that he set aside his own life as an act of total obedience to the will of the Father through the power of the Holy Spirit. യേശു തന്നെ താൻ ഒഴിച്ചു എന്നതിൻ്റെ ഏറ്റവും സരളമായ അർത്ഥം, यीशु ने अपने आप को दीन बनाया, खाली किया, शून्य किया. उसका मतलब बताता है यहाँ पर. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തോട് സമ്പൂർണമായ അനുസരണം കാണിക്കുവാൻ യേശു തൻ്റെ സ്വന്തം ജീവനെ പോലും മാറ്റിവെച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. उसका मतलब यही है कि परमेश्वर पिता का इच्छा अनुसार और पवित्र आत्मा के सामर्थ के अनुसार अपने जीवन को उसने शून्य बनाया. സ്തോത്രം. He set aside his own life. തന്റെ ജീവിതത്തെ, ജീവനെ തന്നെ കർത്താവ് മാറ്റിവെച്ചു. परमेश्वर अपना जीवन को ही उसने अलग किया या शून्य बना दिया ताकि परमेश्वर की हित पूरा हो जाए. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യമാണല്ലോ അതിന് ആധാരം. फिलिपी पत्री उसका 2रा अध्याय और 7वां वचन इसका आधार है. അവിടെ യേശു തന്നെ താൻ ഒഴിച്ചെന്ന് കാണുന്നു. वहां पर लिखा है कि यीशु ने अपने आप को शून्य कर दिया. പക്ഷേ എന്തിൽ നിന്നെല്ലാം ശൂന്യനാക്കി എന്ന് നാം അവിടെ കാണുന്നില്ല. हम वहां पर देख नहीं पाते हैं किन किन बातों के विषय में वो अपने आप को शून्य कर दिया. യേശു എന്തൊക്കെ ഉപേക്ഷിച്ചു എന്ന് അവിടെ പറയുന്നില്ല. किन किन बातों को उसने अपने से अलग किया, निकाल दिया, वो वहां लिखा नहीं है. അതുകൊണ്ട് സൂക്ഷിക്കുക. वहां इसलिए ध्यान दीजिएगा. വേദപുസ്തകം പറയാത്ത ഒന്നും നമ്മൾ കയറി പറയരുത്. जो वचन हमें सिखाता नहीं है उन विषयों को हम खुद से ही बनाकर डाले नहीं. തിരുവെഴുത്തു പറയുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ പോകരുതെന്നർത്ഥം. मतलब हम उस सीमा तक जाए जिस सीमा तक वचन हमें आगे देता है, प्रेरणा देता है. അതായത് യേശു തന്റെ ദൈവത്വത്തിന്റെ സ്വഭാവം ഒന്നും ഉപേക്ഷിച്ചില്ല. मतलब यीशु ने अपना ईश्वरीय स्वभाव को उसने त्यागा नहीं. സ്തോത്രം. നെക്സ്റ്റ് വൺ. In emptying himself, Jesus became what he was never ever before. That means he became a man. जो शून्य कहा, शून्य बन गया, उसका मतलब यह है कि जो अब तक उसने एक्सपीरियंस नहीं किया था, एक मनुष्य का रूप को धारण किया उसने. ഇതിനു മുമ്പ് ഒരിക്കലും യേശു ഒരു മനുഷ്യൻ ആയിരുന്നില്ല
इसका मतलब ये है कि स्वर्ग में रहते समय यीशु मसीह कभी मनुष्य का देह धारण नहीं किया था। അതുകൊണ്ട് താൻ ശൂന്യനാക്കി അല്ലെങ്കിൽ തന്നെ താൻ ഒഴിച്ചെന്ന് പറയുമ്പോൾ അതുവരെ ഇല്ലാതിരുന്ന മനുഷ്യത്വം സ്വീകരിച്ചു എന്നാണ് അർത്ഥം. वो अपने आप को शून्य किया, इसका मतलब ये है अब तक उसने स्वीकारा नहीं, ऐसा एक मनुष्य का देह को धारण किया, उसका मतलब। അടുത്ത പോയിന്റ് ഇതിലും പ്രധാനപ്പെട്ടതാണ്. और दूसरा है, इससे भी परम प्रधान पॉइंट है, But he never ceased to be what he used to be. और Okay? जो पिता परमेश्वर के संग में जो यीशु मसीह या परमेश्वर था, उसको किसी स्वभाव को, ईश्वरीय स्वभाव को वो खाली नहीं करता है। യാ താൻ തന്നെ താൻ ഒഴിക്കുന്നതിന് മുമ്പ് ആരായിരുന്നുവോ അത് ഒരിക്കലും യേശു അല്ലാതെയായില്ല. എന്ന് പറഞ്ഞാൽ താൻ ദൈവമായിരുന്നു. തന്നെ താൻ ഒഴിച്ചപ്പോൾ ദൈവം അല്ലാതായോ? ഇല്ല. यीशु मसीह अपने आप को शून्य कर देता है, तो क्या इसका मायने ये है उसका ईश्वरीय स्वभाव को वो निकाल देता है? वैसा नहीं है। उसने मनुष्य के रूप को, शरीर को वो धारण करता है, ये एडिशन है। യാ അതുകൊണ്ട് നമ്മൾ പണ്ട് ട്രിനിറ്റിയുടെ സമയത്ത് പഠിച്ച ഒരു വാചകം ഞാൻ ഇവിടെ എടുത്തു പറയും. त्रिएक परमेश्वर के उस विषय को सिखाते वक्त ये बात को मैं सिखाया था, that it was not a diminishing or a subtraction of his deity but an addition of humanity. एक ईश्वरीय स्वभाव है, ईश्वरत्व को कोई ईश्वरत्व. ईश्वरत्व की कमी या खामी होना नहीं है शून्य करना, मतलब बल्कि मनुष्य के देह को वो एडिशनली धारण कर लेते हैं। മനസ്സിലായല്ലോ? आप लोग समझे होंगे। സ്തോത്രം. യേശു തന്റെ ദൈവത്വം ഉപേക്ഷിച്ചില്ല. इसके ईश्वरत्व को वो अलग नहीं करता उससे, ഈശ്വരീയ സ്വഭാവ വിശേഷങ്ങളും ഉപേക്ഷിച്ചില്ല. और ईश्वरीय स्वभाव के गुणों को भी वो त्यागता नहीं है, എന്നാൽ മനുഷ്യത്വം സ്വീകരിച്ചു അഡീഷനായി തന്നേ ഉള്ളൂ. मगर मनुष्य को वो अलग सा मनुष्य का देह को वो स्वीकारता है। സ്തോത്രം. അടുത്ത ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. उसका एक और बिंदु बताकर मैं समाप्त करूंगा। ഇതില് എനിക്ക് നമ്പർ ഞാൻ തെറ്റിച്ചേട്ടേക്കുന്നത് 14 ഇട്ടേക്കുന്നത്, നിങ്ങളുടെ നമ്പർ ഇട്ടോണം. എന്റെ അതിനകത്തും 15 വരേണ്ടത്. സോറി. നെക്സ്റ്റ് പോയിന്റ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. अगला बिंदु है, യേശു തന്നെ താൻ ഉപേക്ഷിച്ചു, ഒഴിച്ചു. അതിന്റെ അടുത്ത അർത്ഥമാണ് ദ അൺലിമിറ്റഡ്, ലിമിറ്റഡ് ഹിംസെൽഫ് വിതിൻ ദ ക്രിയേറ്റഡ് യൂണിവേഴ്സ്. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ അപരിമിതനായ ദൈവം തന്നെ തന്നെ പരിമിതപ്പെടുത്തി. शून्य कर दिया यीशु मसीह ने। इसका मतलब ये है कि एक दुनिया को रचने वाला परमेश्वर एक मनुष्य के शरीर में रह करके अपने आप को सीमित कर दिया उसने। അവൻ അൺലിമിറ്റഡ് ആണ്, അപരിമിതനാണ്. वो अनलिमिटेड है, मगर उसने अपने आप को मनुष्य के शरीर में आकर अपने आप को लिमिट किया या सीमित किया। या असीमित परमेश्वर ने अपने आप को सीमित किया है. സ്തോത്രം. അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അത് സമയം ലാഭിക്കാൻ വേണ്ടി ഓരോന്ന് വേറെ വേറെ പറയാതെ ഞാൻ ഒരുമിച്ച് പറഞ്ഞു നിർത്താം. समय कम है इसीलिए, नहीं तो ज्यादा डिटेल में जा सकते थे। समय के अभाव के संबंध में छोटा बताता हूं आपको। 2 രാജാക്കന്മാർ 8:27 വാക്യം. 2 കിങ്സ് 8:27. അവിടെ ശലോമോൻ ദേവാലയ പ്രതിഷ്ഠാ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. सोलोमन जो है, सोलोमन राजा मंदिर के डेडिकेशन के समय किया हुआ एक प्रार्थना है। നീ സ്വർഗത്തിലും സ്വർഗാധിസ്വർഗത്തിലും അടങ്ങുന്നവൻ അല്ലല്ലോ. तू स्वर्ग में और स्वर्गादि स्वर्ग में भी न बसने वाला, न कंटेन किया जाने वाला परमेश्वर है। या वचन को पढ़ लो उसको. हाँ, आप 18 में चली गई, 8 का पढ़ो. ये 27 है। या सॉरी, फर्स्ट किंग्स 8:27, not 2 Kings. Sorry, 1 Kings 8:27.
या हिंदी में भी पढ़ लीजिए। First Kings 8:27 जी, सॉरी 66, आयशया 66 का 1 है, 69 का नहीं, सॉरी, वो मेरा टाइप करने में गलत हो गया। आयशया 66 का 1 है। तो उसमें जो लिखा है सेकंड किंग्स नहीं, फर्स्ट किंग्स पहला राजा है, और यशया 66 है, 59 नहीं है, സോറി 69 नहीं है, താങ്ക് യു. അപ്പോൾ ഇവിടങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവം സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും അടങ്ങുന്നവനല്ല. यीशु मसीह जो है स्वर्ग में और सबसे ऊंचे स्वर्ग में न समाने वाला एक परमेश्वर है. സ്തോത്രം. എന്നാൽ അവൻ എന്ത് ചെയ്തു? തന്നെത്താൻ ഒഴിച്ചപ്പോൾ നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ പരിമിതനായി തീർന്നു. मगर उसने अपने आप को जब शून्य कर दिया, इस धरती में आकर एक मनुष्य रूप में अपने आप को सीमित किया. The uncontainable contained in the womb of a virgin. जो इस धरती में न समाने वाला परमेश्वर एक कुंवारी के कोख में इतना था, अपने आप को सीमित किया उसने. स्तोत्र. नहीं दिख रहा है क्या वो? അവിടെ ഞാൻ ഡോക്ടർ നേഴ്സ് ഒന്നുമല്ല, ഞാൻ വായിച്ചെടുത്ത ഒരു ഇതാണ്. ഒരു നോൺ പ്രഗ്നന്റ് അഡൽട്ട് ഒരു സ്ത്രീയുടെ യൂട്രസിന്റെ വലിപ്പമാണ് 7.5 സെന്റിമീറ്റർ ലോങ്, 5 സെന്റിമീറ്റർ വിഡ്ത്ത്, 2.5 സെന്റിമീറ്റർ തിക്നെസ്. അപ്പം ഏതാണ്ട് 8 സെന്റിമീറ്റർ എന്ന് കൂട്ടിക്കോ, 8 × 5 × 2.5, ഇത്രയുമുള്ള ഒരു കന്യകയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത, ബ്രഹ്മാണ്ടത്തിൽ അടങ്ങാത്തവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി തന്നെ തന്നെ പരിമിതപ്പെടുത്തി എന്നുള്ളത് ഗ്രഹിക്കാമെങ്കിൽ ഗ്രഹിച്ചോളൂ. एक कुंवारी का कोख के मेजरमेंट है ये कि 8 × 5 × 2, उतना सा छोटा सा कोख के अंदर इस दुनिया को रचने वाला परमेश्वर अपने आप को सीमित कर देता है. ഇന്ന് ഈ തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവ് തന്നെത്താൻ ഒഴിച്ച്, ഈ അപരിമിതനായ കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ ഒതുക്കിയത് ഒന്ന് ഓർത്തോണം. उस महान परमेश्वर को स्मरण कीजिएगा. ये धरती आकाश को बनाया हुआ परमेश्वर उस छोटे से कोख में अपने आप को सीमित कर कर छोटा हो जाता है, शून्य हो जाता है. उसको स्मरण करते हुए हम इस प्रभु भोज में से भाग लें. This universe cannot contain our God. इस यूनिवर्स परमेश्वर, ब्रह्मांड परमेश्वर को समा नहीं सकता था. ऐसा परमेश्वर अपने आप को सीमित किया. നമ്മൾ ഹിന്ദിയിൽ പാടും, ഭൂമി ആകാശ് മേ സമാ ന സകാ, മന്ദിരോ മേ തു രഹ ന സകാ, അവനാണ് നമ്ര ഹോക്കർ ചരണി മേ पैदा हुआ गाते हैं. लेकिन समझ लो, സ്തോത്രം, ഈ അഖിലാണ്ടത്തിന് അടക്കാൻ കഴിയാത്തവൻ എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹത്തിന്റെ ആഴം നിമിത്തം തന്നെ താൻ പരിമിതപ്പെടുത്തിയത് ഇന്ന് പകൽ ഓർത്തുകൊള്ളുക. इस ब्रह्मांड को निर्माण करने वाला, उसमें न सीमित होने वाला परमेश्वर इस छोटे से कोख में हमारे लिए वो सीमित हो गया. इसको स्मरण करते हुए इसमें से भाग लीजिएगा. സ്തോത്രം. Christ limited himself consciously and continuously while he was here on earth. प्रभु परमेश्वर यीशु मसीह धरती पर जब थे, वो हमेशा किसी के अधीन में रहते थे, किसी के आज्ञाकारिता में हमेशा रहा करते थे. Yeah. Limited himself consciously and continuously. യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ, മനുഷ്യനായി വന്നപ്പോൾ, തുടർമാനമായും, സ്തോത്രം, പിന്നെ ബോധപൂർവവും തന്നെ തന്നെ
പരിമിതപ്പെടുത്തിയിരുന്നു. वो निरंतर और हमेशा मन से हमेशा किसी के अधीन में रहा करते थे. अपने आप को सीमित किया था. स्तोत्र. जानबूझ के भी और हमेशा भी अपने आप को सीमित ही रखा. स्तोत्र. Limited himself in a human being, in a physical body. एक मनुष्य के शरीर के अंदर उसने अपने आप को संभाल लिया. ദൈവം ആത്മാവാണ്. परमेश्वर आत्मा है. ആ ആത്മാവായവൻ ഒരു ഭൗതിക ശരീരത്തിൽ തന്നെ സീമിതപ്പെടുത്തി. परमेश्वर आत्मा है, उस आत्मा एक शरीर के अंदर सीमित हो गया. He was so glorious. സ്തോത്രം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. वो पास में भटक नहीं सकते, इस प्रकार का तेज और महिमा में रहने वाला मनुष्य परमेश्वर वो अपने आप को सीमित कर देता है. അങ്ങനെ ആ കർത്താവ് ഭൂമിയിലേക്ക് പരിമിതപ്പെടുത്തിയപ്പോൾ he had veiled his glory. തന്റെ തേജസ്സിനെ തിരശീലയിട്ട് മൂടി വെച്ചിരുന്നു. और उस महिमामय परमेश्वर जब शरीर देहधारी बनकर आया तो उसका शरीर को उसके प्रकाश से उसने ढक दिया कि दूसरे लोग घायल ना हो जाए. മനസ്സിലായോ? കൂടെ ഉണ്ടോ? क्या हम लोग आपके साथ हमारे साथ हैं? उसी में ध्यान मत देना, हम जो बोलते हैं उस पर ध्यान देना. ठीक है, नहीं तो फिर ये समाप्त कर देंगे. हाँ, बाइबल स्कूल में भी ये दिक्कत होता है. इससे सुविधा होता है लेकिन लोगों का ध्यान उसी में चले जाते हैं, बोलते हैं उस पर ध्यान नहीं देते. ऐसा है तो फिर ये बंद कर देंगे. എന്താണ് പറഞ്ഞത്? അഗമ്യ ജ്യോതി അഥവാ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ തന്റെ തേജസ്സിനെ മറയിട്ടിരുന്നു. तेजोमय परमेश्वर जब धरती पर मनुष्य बन गए, उनके महिमा को ढाकने के लिए रखा गया, एक ढक दिया गया था. തന്റെ ജഡശരീരത്തിൽ ആ മഹത്വത്തെ മറച്ചു വെച്ചു. अपने देह के अंदर उस महिमा को सीमित कर रख दिया उसने. നമ്മളെ കൊണ്ടത് പറ്റത്തില്ല, കർത്താവിനെ കൊണ്ട് സാധിക്കും. हमसे तो वो संभव नहीं है, परमेश्वर से संभव है. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആ തേജസ് കർത്താവ് വെളിപ്പെടുത്തുകയും ചെയ്തു. और कभी कभी उसकी महिमा वो प्रकट भी करता था. മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരപ്പെട്ട സമയത്ത് जब उसको तेजोमय हुआ, एक पर्वत के ऊपर ऐसा एक अवसर आया. മത്തായി 17:1 തൊട്ട് मत्ती 17 का पहला अध्याय से पहला वचन से लेकर. സ്തോത്രം. സൂര്യശോഭ പോലെ യേശുവിന്റെ മുഖം ശോഭിച്ചു. सूरज के समान उसका चेहरा सुशोभित हो गया. വസ്ത്രം പോലും വെള്ളയായി. और उसका कपड़ा भी श्वेत बन गया. സ്തോത്രം. ഒരു ചെറിയ നിമിഷത്തേക്ക് ഉറങ്ങിയ ശിഷ്യന്മാർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു. और सोते हुए चेलों को एक क्षण भर के उसका एक महिमा को उसने प्रकट करा. യോഹന്നാൻ 17:5 यूहन्ना 17 का 5वां वाक्य. അവിടെ യേശു പ്രാർത്ഥിക്കുന്നു പിതാവിനോട്. वहां पर पिता परमेश्वर से यीशु मसीह प्रार्थना करता है. പിതാവേ, അങ്ങയുടെ അടുക്കൽ ലോകമുണ്ടാകും മുൻപ് എനിക്കുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. पिता परमेश्वर से इस प्रकार प्रार्थना करता है कि जगत के बनने से पहले परमेश्वर के संग में मुझे जो महिमा प्राप्त था, उस महिमा में मुझे वापस लौटा दे. ഇപ്പോൾ വീണ്ടും യേശു അതേ മഹത്വത്തിലാണ്. आज के दिन में यीशु मसीह उसी महिमा के साथ स्वर्ग में है. എന്തിനാണ് ആ മഹത്വം വെടിഞ്ഞു വന്നത്? क्यों उस महिमा को त्याग कर यीशु मसीह मनुष्य रूप धारण किया? നമ്മെയും തന്നോട് അനുരൂപരാക്കി തീർക്കാൻ. ताकि हम और आपको भी परमेश्वर के समान हमें बना दे. രണ്ട് കാര്യങ്ങൾ. 2 बातों को बताता हूं. ഒന്ന്, നാം നമ്മുടെ കർത്താവിന്റെ മഹത്വം അതിന്റെ പൂർണ്ണതയിൽ കാണണം. ताकि हम परमेश्वर की पूर्ण महिमा को जिस रूप में है, उस रूप में हमें परमेश्वर को देखना है. യോഹന്നാൻ 17:24 यूहन्ना 17 का 24वां वचन में पढ़ते हैं. പിതാവിനോട് നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. हमारे लिए पिता परमेश्वर से यीशु प्रार्थना करता है. എടുത്തെങ്കിൽ വായിച്ചോ. യാ
Yeah. Hallelujah. Praise God. യേശു പ്രാർത്ഥിക്കുന്നു, നീ എനിക്ക് തന്നിട്ടുള്ളവർ എൻ്റെ മഹത്വം കാണേണ്ടതിന് എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. यीशु मसीह प्रार्थना करते हैं कि वो लोग जो मेरे साथ में हैं, वो लोग भी मेरे साथ में स्वर्ग में रहने चाहिए, ताकि वो लोग मुझे देख सकें उस महिमा को. യേശു എന്തിനാ മഹത്വം വെടിഞ്ഞിവിടേക്ക് വന്നത്? यीशु ने महिमा को त्याग कर इस धरती पर क्यों आए? നമ്മെ തൻ്റെ മഹത്വം തൻ്റെ അടുക്കൽ കൊണ്ടുപോയി കാണിക്കാൻ, ताकि हमें वहां ले जाकर के वहां परमेश्वर के पास जो महिमा है उसे हमें दिखाएं. 2, दूसरी बात, നമ്മെ തന്നോട് അനുരൂപപ്പെടുത്താൻ. और ताकि हम लोगों को परमेश्वर के समान या तुल्य हमें भी बना दें, നമ്മെ തേജസ്സുള്ളവരാക്കാൻ. हमें भी महिमा में बना दें. इसके लिए ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. मैं आप लोगों से एक प्रश्न पूछता हूं, നമുക്ക് ഈ പ്രത്യാശയുണ്ടോ നമ്മൾ യേശുവിനെ പോലെ ആകുമെന്ന്? क्या हम में एक आशा है कि हम भी एक दिन यीशु के समान बन जाएंगे? എളുപ്പം. നമുക്ക് പ്രത്യാശയുണ്ടോ നമ്മൾ യേശുവിനെ താൻ ഇരിക്കും പോലെ കാണുമെന്ന്? हम यीशु जैसे हैं वैसे उनको अपने आंखों से देखेंगे, ऐसा विश्वास या आशा है अपने? സ്തോത്രം. എങ്കിലൊരു ചോദ്യം. तो फिर एक प्रश्न करूंगा मैं आपसे, ആദ്യം നമ്മൾ യേശുവിനെ പോലെ ആകുമോ, അതോ ആദ്യം നമ്മൾ യേശുവിനെ താൻ ഇരിക്കും പോലെ കാണുമോ? हम पहले यीशु के समान बन जाएंगे या हम पहले यीशु की महिमा को देखेंगे? जोहान, पहले देखेंगे. സ്തോത്രം. വെരി ഗുഡ്. ആദ്യം നമ്മൾ അവനെ പോലെ ആകും. सबसे पहले हम यीशु के समान बन जाएंगे, അതിനുശേഷമേ താൻ ഇരിക്കും പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റൂ. और उसके बाद में ही तेजोमय परमेश्वर को हम जिस रूप में है देख पाएंगे. എബ്രായർ 2:10 इब्रानियों 2:10 വായിക്കണ്ട, സമയമില്ല. पढ़ना नहीं, अभी समय नहीं है. 1 യോഹന്നാൻ 3:2. पहला യോഹന്നാൻ 3:2. അവിടെ ഇത് രണ്ട് കാര്യങ്ങളും യോഹന്നാൻ പറയുന്നുണ്ട്. वहां पे भी दो बातें യോഹന്നാൻ ने लिखा है. നാം അവനോട് സദൃശന്മാരാകും, നാം അവനെ താൻ ഇരിക്കും പോലെ കാണും. हम उसके समान बन जाएंगे और हम उसे जिस रूप में है उसे हम देखेंगे. അതെ, കർത്താവ് തൻ്റെ മഹത്വം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ഈ പറഞ്ഞതൊക്കെയാണ്. परमेश्वर ने अपनी महिमा को स्वर्ग में छोड़कर धरती पे आने का कारण भी यही है कि हम भी परमेश्वर के समान बने और परमेश्वर को उसकी महिमा में देखें. സ്തോത്രം. ഏറ്റവും ഒടുവിലായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. मैं आखिर में कुछ बातों को कहकर समाप्त करूंगा. The omnipotent came as a second one. Yeah, तीनों एक साथ में डाल दो, जल्दी हो जाए. The omnipotent gave himself to mortal men. സർവശക്തൻ തന്നെ താൻ ജഡമയന്മാരായ മനുഷ്യർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. सर्वशक्तिमान परमेश्वर एक मनुष्यों के अधीन में अपने आप को बना देता है. The omnipresent gave himself to a limited place. സർവവ്യാപിയായവൻ ഒരു സ്ഥലത്ത് തന്നെ പരിമിതപ്പെടുത്തി. सर्वव्यापी परमेश्वर यीशु मसीह जो है अपने आप को समय सीमा और जगह की सीमा में सीमित कर देता है. The omniscient God, സർവജ്ഞാനിയായ ദൈവം, സ്തോത്രം. പക്ഷേ ജഡത്തിൽ വന്നപ്പോൾ തൻ്റെ സർവജ്ഞത മുഴുവനും ഉപയോഗിച്ചില്ല. ഉദാഹരണമാണ് കർത്താവിന്റെ വരവിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞത്. और सर्वज्ञानी परमेश्वर जब मनुष्य रूप में धारण करता है वो सीमित ज्ञान वाला बन जाता है. तो उसको पूछने पर वो ये बता भी नहीं पाता कि वो कब वापस यीशु का प्रभु का आगमन होगा कर. ഈ പറഞ്ഞതിന്റെ എല്ലാം സാരം അപരിമിതനായവൻ നമുക്കായി തന്നെ പരിമിതപ്പെടുത്തി. सीमा रहित परमेश्वर
हमारे लिए सीमित बन गया, ये बात को दर्शाता है। ഇന്ന് പകൽ നമുക്ക് ആ കർത്താവിനെ, ക്രൂശിനെ തന്നെത്താൻ ശൂന്യമാക്കിയത് ഓർത്തുകൊണ്ട് ഈ തിരുമേശയിലേക്ക് അടുത്തു വരാം. उस यीशु मसीह को हम स्मरण करें जो अपने आप को सीमित कर दिया, मनुष्य बना दिया और सूली की मृत्यु को स्वीकारा उसने। നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. हम अपने आंखों को बंद करें, നമ്മെ തന്നെ പരിശോധിക്കാം. हम अपने आप को जांच कर देखें। രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് उद्धार पाकर बपतिस्मा स्वीकारे, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് पवित्र आत्मा को प्राप्त किए, ഇപ്പോൾ നാം ഒടുവിൽ പറഞ്ഞ യേശുവിനെ കാണാനും അവനെ പോലെയാകാനുമുള്ള പ്രത്യാശയോടെ യേശുവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, यीशु के जैसा बनने के लिए और यीशु को जैसा है उसे देखने के लिए ऐसी आशा के साथ जो इंतजार से बैठे हैं, അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ ആചരിപ്പാൻ നൽകിയിരിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. वैसे इंतजार से बैठे हुए लोगों के लिए सहभागी होने के लिए प्रभु भोज हमारे लिए तैयार किया है। നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. हम अपने आप को समर्पण कर प्रार्थना पूर्वक बैठें। ഹല്ലേലൂയ.